നല്ല ആവേശമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുള്ള മുന്നേറ്റമാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം, ഔപചാരികമായി സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥികൾ എല്ലാ കാലത്തും അവരുടെ പ്രചരണം ആരംഭിക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം VB പ്രകാശിൻ്റെ പര്യടനം ആരംഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിൽ വെച്ചായിരുന്നു. ആ കവളപ്പാറ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കവളപ്പാറയിൽ നിന്ന് ആരംഭിച്ചത്. ഈ വർഷം ഞങ്ങൾ മുണ്ടേരി നിന്ന് ആരംഭിക്കാൻ കാരണം ഈ മുണ്ടേരിയിലാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി കോളനികളും സെറ്റിൽമെൻറ്റും ഏറെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ സർവവും നഷ്ടപ്പെട്ട വനത്തിനകത്ത് താമസിക്കുന്ന കോളനി വാസികളായിട്ടുള്ള ആളുകളുണ്ട്, ആദിവാസികളുണ്ട്. അവർക്ക് ഇപ്പോഴും പുനരധിവാസം ആയിട്ടില്ല. വനാവകാശ നിയമത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ആ പുനരധിവാസം നീട്ടിക്കൊണ്ടുപോവുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ, പാവപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും കുരയില്ലാതെ, വീടില്ലാതെ അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ കഴിയുകയാണ്. പലപ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് അവരൊക്കെ മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കുന്ന വളരെ ദുരിതകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ പുഴ കടന്ന് വാണിയമ്പുഴ കോളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. വാണിയമ്പുഴ കോളനിയുണ്ട്, തരിപ്പപ്പൊട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് കോളനികൾ ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. ഇവിടെ അപ്പംകാപ്പ് ഉൾപ്പെടെയുള്ള കോളനികളുണ്ട്. ആദിവാസികൾ വലിയ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മുണ്ടേരിയിലാണെങ്കിലും ഈ മുണ്ടേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവൻ ആദിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുണ്ടേരിയിൽ വെച്ച് ഞങ്ങളുടെ ഈ പര്യടനം ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി അല്പനിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ ആദിവാസികളൊക്കെ തന്നെ, ആദിവാസി മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പരാതിയൊക്കെ പറയാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണം. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതശരീരം ഒഴുകി വന്നതൊക്കെ ഈ ചാലിയാർ പുഴയിലാണ്. ഈ മുണ്ടേരിയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് പാവപ്പെട്ട വയനാടൻ ജനതയുടെ മൃതദേഹങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം കേരളത്തെ കണ്ണീര് കുടിപ്പിച്ച പ്രളയ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മാറിയിട്ടുള്ളൊരു പ്രദേശമാണ് മുണ്ടേരി. അവിടെ മനുഷ്യ സഹജമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനവും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ആ പരാജയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. അതാണ് മനുഷ്യൻ്റെ ദുരിതം. ആ ദുരിതത്തിന് ആശ്വാസം പകരേണ്ടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക്, ഫണ്ടിലേക്ക് കോടികൾ പിരിച്ചിട്ട് ആ പണം ചെലവഴിക്കാതെ കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ ദുരിതാശ്വാസ ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൺവെൻഷനിൽ ഇന്നലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ജോയിക്കുന്ന ഒരു മുത്തമായിരുന്നു. സമൂഹമാധ്യമങ്ങളൊക്കെ അതിന് വൈറലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ആണയിട്ട് പറയുന്നല്ലോ, ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിയല്ലോ. ഇന്നലെ ഞങ്ങൾ മുത്തം കൊടുത്തു, ഞങ്ങൾ നല്ല ട്രെൻഡാണ്, നല്ല ഓളാണ്. ഇന്നലെ നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വാർത്ത പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറയാണ്. പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ്, അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ പര്യടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് എതിരാളികൾ ഇവിടെ ആരുമില്ല. എതിരാളികളില്ലാത്ത ഏകപക്ഷീയമായ ഒരു പോരാട്ടമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പല വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത അവാസ്തവമായ വാർത്തകൾ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് എതിർപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ആ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ ആവേശകരമായി ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏകപക്ഷീയമായ മത്സരത്തിൽ വലിയ മുന്നേറ്റത്തിൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ.